മണി മാജിക്കിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ സാമ്പത്തിക വിനിമയ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലുള്ള വലിയൊരു വിപ്ലവത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് കടന്നുപോകുന്നത്. തിരുവോരങ്ങളിലെ ചെറിയ ചായക്കടകൾ മുതൽ വൻകിട ഷോപ്പിംഗ് മാളുകളിൽ വരെ QR കോഡുകൾ സ്ഥാനം പിടിച്ചതോടെ കയ്യിൽ പണമില്ലാതെ തന്നെ രാജ്യമൊട്ടാകെ യാത്ര ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് നാം മാറിക്കഴിഞ്ഞു. ഈ ഡിജിറ്റൽ മാറ്റത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ജനപ്രിയ ആപ്പുകളിലൊന്നാണ് ഗൂഗിൾ പേ. ഒരു കാലത്ത് ബാങ്കുകളിൽ വരി നിന്നും പിന്നീട് ATMകളെ ആശ്രയിച്ചും പണമിടപാടുകൾ നടത്തിയിരുന്ന സാധാരണക്കാർ ഇന്ന് തങ്ങളുടെ വിരൽത്തുമ്പിലൂടെ നിമിഷ നേരം കൊണ്ട് ലക്ഷങ്ങൾ കൈമാറുന്നു. സുരക്ഷിതവും ലളിതവുമായ ഈ സംവിധാനത്തിലേക്ക് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിരന്തരം പുതിയ മാറ്റങ്ങൾ കമ്പനികൾ കൊണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ഗൂഗിൾ പേ അടുത്തിടെ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ഫീച്ചറാണ് പോക്കറ്റ് മണി. എന്നാൽ ഈ പുതിയ സൗകര്യം ഫോണുകളിൽ ലഭ്യമായി തുടങ്ങിയതോടെ ഇതൊരു വൻകിട തട്ടിപ്പാണെന്നും ഈ ഫീച്ചർ ഉപയോഗിച്ചാൽ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെടുമെന്നും അവകാശപ്പെടുന്ന വാട്സാപ്പ് സന്ദേശങ്ങൾ വലിയ പരിഭ്രാന്തിയാണ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ സുവർണ കാലഘട്ടത്തിലും വ്യാജ വാർത്തകൾക്കും ഭീതിജനകമായ സന്ദേശങ്ങൾക്കും സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പോക്കറ്റ് മണി ഫീച്ചറിനെതിരെയുള്ള ഈ പ്രചാരണം. ഇത്തരം വാട്സാപ്പ് സന്ദേശങ്ങളുടെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ് ജനങ്ങൾ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ടെക് വിദഗ്ധർ അടിവരയിട്ട് പറയുന്നു. സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ ഭയത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം സന്ദേശങ്ങൾ തയ്യാറാക്കപ്പെടുന്നത്. പുതിയതായി ഫോണിൽ കയറുന്ന ഏത് സംവിധാനവും ഹാക്കർമാരുടെ കെണിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഗൂഗിൾ പേയിലെ ഈ പോക്കറ്റ് മണി ഫീച്ചർ ഒരു ഹാക്കിംഗ് ടൂളോ തട്ടിപ്പോ അല്ല, മറിച്ച് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ NPCI ഔദ്യോഗികമായി അവതരിപ്പിച്ച UPI സർക്കിൾ എന്ന അതിനൂതനവും സുരക്ഷിതവുമായ ആശയത്തിൻ്റെ പ്രായോഗിക രൂപമാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI സൗകര്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്കിൻ്റെയും NPCIയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഇത് രാജ്യത്ത് നടപ്പിലാക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പോക്കറ്റ് മണി ഫീച്ചർ എന്ന് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. UPI സർക്കിൾ എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുടുംബങ്ങളിലെ സാമ്പത്തിക വിനിമയങ്ങളെ കൂടുതൽ സുഗമമാക്കുക എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ, സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി സുരക്ഷിതമായി UPI ഇടപാടുകൾ നടത്താൻ അവസരമൊരുക്കുന്ന സംവിധാനമാണ് ഇത്. പ്രധാനമായും വിദ്യാർത്ഥികളെയും സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാത്ത പ്രായമായവരെയും ഉദ്ദേശിച്ചാണ് ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കാലത്ത് മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴോ മറ്റാവശ്യങ്ങൾക്കോ നേരിട്ട് പണം നൽകിയിരുന്ന രീതിയെയോ പോക്കറ്റ് മണിയെയോ പൂർണ്ണമായും ഡിജിറ്റലാക്കുകയാണ് ഗൂഗിൾ പേ ഇതിലൂടെ ചെയ്യുന്നത്. അനാവശ്യമായി പണം കയ്യിൽ കൊണ്ടു നടക്കുന്നതിലെ ബുദ്ധിമുട്ടുകളും അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളും ഇല്ലാതാക്കാൻ ഈ ഫീച്ചർ വലിയൊരളവിൽ സഹായിക്കുന്നു. കൂടാതെ തങ്ങളുടെ കുട്ടികൾ എന്തിനെയൊക്കെയാണ് പണം ചെലവാക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുകയും ചെയ്യും. ഈ സംവിധാനം എങ്ങനെയാണ് പ്രായോഗികമായി പ്രവർത്തിക്കുന്നത് എന്നത് വളരെ ലളിതമായ സാങ്കേതിക വിദ്യയിലൂടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനായി അടിസ്ഥാനപരമായി വേണ്ടത് പ്രധാന ഉപഭോക്താവിന്, അതായത് മാതാപിതാക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഒരു സജീവ ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നതാണ്. ഈ അക്കൗണ്ടിലേക്ക് 5 പേരെ വരെ സെക്കൻഡറി ഉപയോക്താക്കളായി ചേർക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. ഇങ്ങനെ ചേർക്കപ്പെടുന്ന കുട്ടികൾക്കോ മറ്റ് കുടുംബാംഗങ്ങൾക്കോ സ്വന്തമായി ബാങ്ക് അക്കൗണ്ടോ ATM കാർഡോ ആവശ്യമില്ല എന്നതും ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അവരുടെ ഫോണിൽ ഗൂഗിൾ പേ ആപ്പും ഒരു മൊബൈൽ നമ്പരും ഉണ്ടായിരുന്നാൽ മാത്രം മതിയാകും. പ്രധാന ഉപയോക്താവ് തങ്ങളുടെ ആപ്പിൽ നിന്ന് സെക്കൻഡറി ഉപയോക്താവിന് ഒരു ക്ഷണം അഥവാ ഇൻവിറ്റേഷൻ അയക്കുകയും അത് സ്വീകരിക്കുന്നതോടെ 2 പേരുടെയും ഗൂഗിൾ പേ അക്കൗണ്ടുകൾ തമ്മിൽ സുരക്ഷിതമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് സെക്കൻഡറി ഉപയോക്താക്കൾ കടയിൽ പോയി QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴോ മറ്റുള്ളവർക്ക് പണം അയക്കുമ്പോഴോ പ്രധാന ഉപയോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാകും തുക ഈടാക്കപ്പെടുക. കേൾക്കുമ്പോൾ ഇത് വലിയൊരു സുരക്ഷാ വീഴ്ചയായി തോന്നാമെങ്കിലും വളരെ കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങളോടെയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഗൂഗിൾ പേ ഈ ഫീച്ചറിനോടൊപ്പം നൽകുന്ന നിയന്ത്രണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളുമാണ് ഇതിനെ ഏറ്റവും മികച്ച ഒരു ഫിനാൻഷ്യൽ ടൂളാക്കി മാറ്റുന്നത്. പ്രധാനമായും 2 വ്യത്യസ്ത രീതികളിലാണ് മാതാപിതാക്കൾക്ക് ഈ സേവനം ക്രമീകരിക്കാൻ സാധിക്കുക. ഇതിൽ ആദ്യത്തെ രീതി പ്രതിമാസ ചെലവുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കുക എന്നതാണ്. മാതാപിതാക്കൾക്ക് ഒരു മാസം പരമാവധി 15,000 രൂപ വരെ ഇത്തരത്തിൽ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും.
ഉദാഹരണത്തിന് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാസം 2000 രൂപയാണ് പോക്കറ്റ് മണിയായി നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തുക അവിടെ രേഖപ്പെടുത്താം. ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കുട്ടിക്ക് ആരുടെയും സമ്മതമില്ലാതെ തന്നെ സ്വതന്ത്രമായി പണം ചെലവഴിക്കാൻ സാധിക്കും. ചെറിയ ആവശ്യങ്ങൾക്ക് പോലും മാതാപിതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കാനും സാധിക്കും. കുട്ടികളിൽ പണം കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം വളർത്തിയെടുക്കാനും ഈ രീതി സഹായിക്കുന്നു. മാസാന്ത്യം ഈ പണം എവിടെയൊക്കെ ചെലവാക്കി എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ മാതാപിതാക്കൾക്ക് തങ്ങളുടെ ഫോണിലൂടെ പരിശോധിക്കാനും സാധിക്കും. രണ്ടാമത്തെ രീതി കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ തവണ പണം കൈമാറുമ്പോഴും പ്രധാന അക്കൗണ്ട് ഉടമയുടെ അനുവാദം ചോദിക്കുന്ന സംവിധാനമാണ് ഇത്. ഈ രീതി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുട്ടി കടയിൽ പോയി QR കോഡ് സ്കാൻ ചെയ്ത് തുക രേഖപ്പെടുത്തുമ്പോൾ പണം നേരിട്ട് പോകില്ല. പകരം മാതാപിതാക്കളുടെ ഫോണിലേക്ക് ഒരു റിക്വസ്റ്റ് നോട്ടിഫിക്കേഷനായി എത്തും. എവിടെ നിന്നാണ് പണം ആവശ്യപ്പെടുന്നത്, എന്താവശ്യത്തിനാണ് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം മാതാപിതാക്കൾ തങ്ങളുടെ ഫോണിൽ UPI പിൻ നമ്പർ നൽകി അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇടപാട് പൂർത്തിയാവുകയുള്ളൂ. ഇത് കുട്ടികളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ സമ്പൂർണ്ണമായ നിയന്ത്രണം രക്ഷിതാക്കൾക്ക് നൽകുന്നു. ഓൺലൈൻ ഗെയിമുകൾക്കും അനാവശ്യമായ മറ്റ് ഓൺലൈൻ പർച്ചേസുകൾക്കുമായി കുട്ടികൾ പണം ദുരുപയോഗം ചെയ്യുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്ന ഈ കാലത്ത് ഈ ഫീച്ചർ വലിയൊരു ആശ്വാസമാണ് രക്ഷിതാക്കൾക്ക് നൽകുന്നത്. കുട്ടികൾക്ക് സാമ്പത്തിക അച്ചടക്കം പഠിപ്പിക്കാനുള്ള മികച്ച ഒരു ഉപകരണമായി കൂടി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു സാങ്കേതിക മുന്നേറ്റം മാത്രമല്ല, ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ നയത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഗ്രാമീണ മേഖലയിലുള്ളവരെയോ ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത സാധാരണക്കാരെയോ കൂടി ഡിജിറ്റൽ വിനിമയത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് സർക്കാരും ബന്ധപ്പെട്ട ഏജൻസികളും ലക്ഷ്യമിടുന്നത്. ഈ മാറ്റങ്ങളോട് മുഖം തിരിക്കുന്നതിന് പകരം അതിനെ കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് നാം ചെയ്യേണ്ടത്. വാട്സാപ്പിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും വരുന്ന വ്യാജ സന്ദേശങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രവണത ജനങ്ങൾ അവസാനിപ്പിക്കണം. പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ സംശയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ ബാങ്കുകളെയോ ഔദ്യോഗിക ടെക് വെബ്സൈറ്റുകളെയോ ആണ് ആശ്രയിക്കേണ്ടത്. പോക്കറ്റ് മണി എന്നത് നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കാനുള്ള ഒരു കെണിയല്ല, മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യവും കുടുംബ കേന്ദ്രീകൃതവുമാക്കാൻ സഹായിക്കുന്ന വിശ്വസനീയമായ ഒരു സേവനമാണ്. ഡിജിറ്റൽ യുഗത്തിലെ മാറ്റങ്ങളെ ഭയത്തോടെയല്ല, സുരക്ഷിതമായ അറിവോടെയാണ് നാം നേരിടേണ്ടത്. അനാവശ്യമായ ഭീതികൾ ഒഴിവാക്കി ഇത്തരം നൂതന സംവിധാനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തെ എത്രത്തോളം എളുപ്പമാക്കുമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് പുതിയ കാലത്തിന് അനുയോജ്യമായ രീതി. സാമ്പത്തിക സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ഒത്തുചേരുമ്പോഴാണ് രാജ്യം യഥാർത്ഥ അർത്ഥത്തിൽ പുരോഗതി പ്രാപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.